ഹായ് എവ്രി വൺ. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് BEGC 108 സെക്കൻഡ് ബ്ലോക്കാണ്. ഇതൊരു എക്സാം അനുബന്ധിച്ചിട്ടുള്ള ഒരു പെട്ടെന്നുള്ളൊരു ഒരു ഓട്ടമാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ട് നമുക്ക് എക്സാമിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ പലതും ഞാനിതിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് നോ പ്രോബ്ലം, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ബ്ലോക്കിൻ്റെ പേര് ഗളിവേഴ്സ് ട്രാവൽസ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ഒരു വർക്കാണ്. ഗളിവേഴ്സ് ട്രാവൽസിന്റെ ഫസ്റ്റ് ഭാഗം, ലില്ലിപുട്ടിലെ ഭാഗമൊക്കെ നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഇതിൽ പറയുന്നത് നമ്മുടെ ഗളിവറുടെ യാത്രയാണ്. ലെമുവൽ ഗളിവർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നടത്തുന്ന ഒരു യാത്രയാണ് ഇതിൽ ത്രൂ ഔട്ട് പറയുന്നത്. അദ്ദേഹം ഒരു ഡോക്ടർ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം 4 സ്ഥലങ്ങളിൽ 4 സാഹചര്യങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ കണ്ട പല കാഴ്ചകളും ശരിക്കും ആ ഒരു ഇംഗ്ലണ്ടിലെ ആ ഒരു സമൂഹത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിമർശനമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ വായിക്കുമ്പം അതൊരു അത്ഭുതം എന്നുള്ള രീതിയിലാണ് വായിച്ചിരുന്നെങ്കിൽ നമ്മളെന്താണ് ഈ ഒരു പ്രായത്തിൽ നമ്മൾ അതൊക്കെ വായിക്കുമ്പോഴും അത് മനസ്സിലാക്കുമ്പോഴും അതിലെന്താണ് ഒരുപാട് ഒരു സാറ്റയർ ആയിട്ടാണ് അതിനെ കാണുന്നത്. സാറ്റയർ എന്നുള്ള പല ഒരു ട്രാവലോഗായിട്ട് അങ്ങനെ പല ഭാഗത്തിലും പെടുത്താൻ പറ്റുന്നതാണ് ഈ ഒരു ഗളിവേഴ്സ് ട്രാവൽ എന്ന് പറയുന്ന ഈ ഒരു നോവല്. സോ ഇത് ഒരു സെറ്റയർ ആയിട്ടാണ് കൂടുതലായിട്ടും ഇത് അറിയപ്പെടുന്നത്. ആ ഒരു രാഷ്ട്രീയ നിലപാടിനെയും അവിടെ കറപ്ഷനെയും മുഴുവൻ തുറന്നു കാട്ടുന്ന തരത്തിലുള്ള ഒരു സെറ്റയർ ആയിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. ഇതിൽ പറയുന്നത് ആദ്യം അദ്ദേഹം പോകുന്നത് 6 അടി മാത്രം ഉയരമുള്ള മനുഷ്യന്മാരുടെ ഒരു സ്ഥലത്തേക്കാണ്. അപ്പം അവിടെ എത്തുമ്പം ആ ഒരു ചെറിയ 6 അടി മാത്രം ഉയരമുള്ള ആളുകളൊക്കെ എന്താണ് നമ്മുടെ ഗളിവറിനെ പിടിച്ചു കെട്ടിടുകയും അങ്ങനത്തെ പല സംഭവങ്ങളും ഒക്കെ അതിൽ നടക്കുന്നുണ്ട്. അതുപോലെ പല ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളൊക്കെ അതിൽ നടക്കുന്നുണ്ട്. ഞാൻ പിന്നീട് അവിടെ നിന്ന് അവനെ രക്ഷപ്പെട്ട് പിന്നീട് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ 60 അടി ഉയരമുള്ള മനുഷ്യന്മാർ, നമ്മുടെ ഒരു ഗളിവർ എന്തായിരുന്നു ഒരു കീടം പോലെ തോന്നിക്കുന്ന അത്രയും വലിപ്പം മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു ലോകത്തും അദ്ദേഹം എത്തിപ്പെട്ടിട്ടുണ്ട്. ദെൻ മൂന്നാമതായിട്ട് അദ്ദേഹം എത്തിപ്പെടുന്നത് ഒരു ലപ്പൂട്ട എന്ന് പറയുന്ന സ്ഥലം, അഥവാ ഒരു ശാസ്ത്രജ്ഞന്മാരുള്ള ഒരു സ്ഥലം. പക്ഷെ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ പൊട്ട ശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ കുക്കുംബറിൽ നിന്ന് സൂര്യപ്രകാശം ഉണ്ടാക്കുക, അവർ ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിനായി സയൻസിനെയും അതുപോലെ തന്നെ ആ സയന്റിസ്റ്റുകളെയും ഒക്കെ ശക്തമായിട്ട് വിമർശിക്കുക. കാരണം യാതൊരു അടിത്തറയും ഇല്ലാത്ത അവർ നിർമ്മിക്കുന്ന പല കാര്യങ്ങളെയും അതിന് ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ് എന്നുള്ള രീതിയിലുള്ള സെറ്ററാണ് ആ ഒരു മൂന്നാമത്തെ ഭാഗം വരുന്നത്. പിന്നെ നാലാമത്തെ ഭാഗത്തിൽ അദ്ദേഹം എത്തുന്നത് ഒരു പറക്കുന്ന ഒരു അയർലാൻഡിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. അവിടെ മനുഷ്യരെ പോലെയുള്ള ഒരു വൃത്തികെട്ട മനുഷ്യ വിഭാഗമുണ്ട്, അതുപോലെ തന്നെ നല്ല മനസ്സുള്ള കുതിരകളെ പോലെയുള്ള സാമ്യം തോന്നിക്കുന്ന വിഭാഗമുണ്ട്. അങ്ങനെ അദ്ദേഹം അവസാനം ആ ഒരു കുതിരകളെ പോലെ ആ സാമ്യമുള്ള അവരുമായിട്ട് കൂടുതൽ കണക്റ്റായി അവരെ പോലെ ആവാൻ പിന്നീട് ജീവിതത്തിൽ ശ്രമിച്ചോടി. പക്ഷെ അവിടെ നിന്ന് 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അവിടെ പുറത്താക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ആദ്യം ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ അതിനൊരു ഭയങ്കര ഒരു അഹങ്കാരിയായിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. പക്ഷെ പിന്നീടാണ് മനുഷ്യന്മാരുടെ സ്വഭാവം, അദ്ദേഹത്തിന്റെ തന്നെ ആ ഒരു നാട്ടിലുള്ള സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ആ ഒരു അഴിമതിയും കാര്യങ്ങളും ഒരു കൊളോണിയലിസം ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാവുന്നത് ഇതിന്റെ ഒരു അവസാന ഭാഗത്തുമ്പോഴാണ്. 4ാമത്തെ ബുക്കിൽ അവൻ എത്തിപ്പെടുന്നത് ഹൗണിംസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരടുത്താണ്. സോ അവരുടെ നല്ല സ്വഭാവങ്ങൾ ഒക്കെ കണ്ടിട്ടാണ് അവന് മനുഷ്യന്മാരുടെ റിയൽ സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഐഡിയോളജി അവന് മനസ്സിലാവുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വൈസ് ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം നമുക്ക് പറഞ്ഞങ്ങനെ പോവാം. ഫസ്റ്റ് യൂണിറ്റ് 1 ജൊനാഥൻ സ്വിഫ്റ്റ് ലൈഫ് ആൻഡ് വർക്ക്സ് എന്ന് പറയുന്ന ഭാഗം 1667 മുതൽ 1745 വരെയാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അദ്ദേഹം അയർലാൻഡിലുള്ള ഡബ്ലിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ആംഗ്ലോ ഐറിഷ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. 1726 അദ്ദേഹം ഈ ഒരു ഗളിവേഴ്സ് ട്രാവൽ പബ്ലിഷ് ചെയ്യുന്നത്. അതിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനാവുന്നത് കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ഡബിൾ ഐഡന്റിറ്റി ഉണ്ട്. ഒരു ഐറിഷ്കാരൻ എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ്കാരൻ എന്ന നിലയിലുള്ള ഒരു ഡബിൾ ഐഡന്റിറ്റി അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അവന് ഒന്നുകൂടി ഇഷ്ടം ലണ്ടനോടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പല കാര്യങ്ങളും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഐറിഷിനെ എന്ത് ചെയ്തിരുന്നു, ഒരു കൊളോണിയൽ ഭാഗമായിട്ട് ശക്തിയായിട്ട് മാറ്റിയിരുന്നു. അപ്പം അതിനൊക്കെ ശക്തമായിട്ട് വിമർശിച്ച ആളാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ കൊളോണിയലിസം, ഓതറിറ്റേറിയനിസം, മോഡേൺ സിവിലൈസേഷൻ ഇവരൊക്കെ ശക്തമായിട്ടും എതിർത്തിട്ടുണ്ട്. ഈ ആശയങ്ങളൊക്കെ അവർ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര ശക്തമായിട്ടുള്ള സെറ്റയർ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. അയാൾക്ക്
അയർലാൻഡിനോട് എന്താണ് ഒരു ആംബിവാലന്റ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അതുപോലെ ഒരേ സമയം അയർലാൻഡിനോട് ഇഷ്ടം, അതുപോലെ തന്നെ ഒരേ സമയം വെറുപ്പും തോന്നുമായിരുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടെയുള്ള ഒരുമിച്ചുള്ളൊരു ജീവിതമായിരുന്നു. അതുപോലെ ടോറി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയായിരുന്നു അദ്ദേഹം പിന്തുണച്ചിരുന്നത്. അതുപോലെ തന്നെ വേറൊരു പാർട്ടിയായിരുന്നു വിഗ് എന്ന് പറയുന്നത്. ആ ഒരു വിഗ് ഭരണകൂടത്തെ അതിയായി ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ വിമർശിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഇംഗ്ലീഷ് ഭരണകൂടത്തിന്റെ കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻസിനെ അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിയോ ക്ലാസിക്കൽ ആ ഒരു ഏജ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിയോ ക്ലാസിക്കൽ ഏജ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോയംസ് ഫോംസ് ഒക്കെ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു കാലഘട്ടം. അതിൽ ഉള്ള ഒരു പ്രധാന എഴുത്തുകാരനാണ് അദ്ദേഹം. സാറ്റയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മുഖ്യധാര എന്ന് പറയുന്നത്. മനുഷ്യന്മാരുടെ ഹൈപ്പോക്രസി, കറപ്ഷന്, ഗ്രീഡ്, പ്രൈഡ്, ഇതിനൊക്കെ കടുത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ വർക്കിലൂടെ വിമർശിച്ചിട്ടുണ്ട്. പിന്നീട് പറയുന്നത് ഓൺ ദ ഐറിഷ് ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഐറിഷ് ലാംഗ്വേജിന് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇംഗ്ലീഷിനെയാണ് അവിടെ അദ്ദേഹം ഒന്നുകൂടി ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ ട്രേഡ്, മാർക്കറ്റ്, നമ്മുടെ ഫോർമൽ ആയിട്ടുള്ള ഇടപാടുകൾക്ക് ഏറ്റവും നല്ലത് ഇംഗ്ലീഷ് ആണെന്നുള്ളത് അദ്ദേഹം വാദിച്ചു എന്ന് പറയുന്നുണ്ട്. ദെൻ സറ്റയർ ഓൺ ദ ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ ഏജ്. അതിൽ പറയുന്നത് സറ്റയർ എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യന്മാരുടെ ഒരു സറ്റയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു ആക്ഷേപഹാസ്യമാണ്. അത് പറയുന്നത് പലപ്പോഴും ചെറിയ തമാശ രീതിയിൽ പറയുന്നവരുണ്ട്, ഭയങ്കര കാര്യമായിട്ട് പറയുന്നവരുണ്ട്, എല്ലാം പറയുന്നവരുണ്ട്. പക്ഷേ ഇത് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട്, അത് വീണ്ടും ആ ഒരു തെറ്റ് പിന്നീട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സറ്റയർ ഉണ്ടാക്കുന്നത്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു റിഫോം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഈ ഒരു സറ്റയറിന്റെ ലക്ഷ്യം. നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസ് എല്ലാം പരിഹാസത്തിലൂടെ നമ്മളേക്ക് കൊണ്ടുവരുന്നതാണ് ഈ സറ്റയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് പറയുന്നതാണ് ഹൊറേ സാറ്റയർ, ജവനൽ സാറ്റയർ, ദെൻ സ്വിഫ്റ്റ് സാറ്റയർ പറയുന്നുണ്ട്. ഈ ഹൊറേ സാറ്റയർ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഒരു മൃദുവായ സമീപനമാണ്. നമ്മുടെ തമാശ രീതിയിൽ പറയുന്ന സാറ്റയറിനെയാണ് എന്ത് പറയുന്നത്, ഹൊറേ സാറ്റയർ എന്ന് പറയുന്നത്. ജുവനൽ സാറ്റയർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിലെ അഴിമതിയൊക്കെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ എതിർത്ത് സറ്റയറായി പറയുന്നതിനാണ് എന്ത് പറയുന്നത്, ജുവനൽ സറ്റയർ എന്ന് പറയുന്നത്. സ്വിഫ്റ്റ് സറ്റയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ്, ഇംഗ്ലീഷിനെ മാത്രമല്ല മുഴുവൻ മനുഷ്യ രാശിയെ മുഴുവനാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വിഫ്റ്റിന്റെ വേറെ പ്രത്യേകതയായിരുന്നു അദ്ദേഹത്തിന്റെ സറ്റയർ ജുവനൽ രീതിയിലുള്ളതും അതുപോലെ തന്നെ ഒരു സാവേജ് ഇൻഡിഗ്നേഷൻ നിറഞ്ഞിട്ടുള്ളതുമാണ്. അഥവാ അത്രയും ഒരു രോഷം, അത്രയും ഒരു ദേഷ്യം അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ കാണാൻ പറ്റും ഒരു സാറ്റയറിന്റെ എന്നുള്ള രീതിയിൽ. അത്രയും അതിൽ ആ ഒരു വികാരഭരിതനായിട്ടാണ് അദ്ദേഹം അത് എഴുതാറുള്ളത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അത് മനുഷ്യനോടുള്ള വെറുപ്പല്ല, നേരെ മറിച്ച് അതെന്താണ്, മനുഷ്യനെ തിരുത്തലാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പബ്ലിക്കേഷൻ ആൻഡ് സീക്രസി ഓഫ് ഗളിവേഴ്സ് ട്രാവൽസ്. ഇതിൽ പറയുന്നത് നമ്മുടെ ഗളിവർ ആ ഒരു ട്രാവലിന്റെ ആ ഒരു ബുക്ക്, അതിന്റെ ശരിക്കും ഓതറായിട്ട് നമ്മുടെ സ്വിഫ്റ്റിനല്ല കൊടുത്തിട്ടുള്ളത്. ആരെയാണ് കൊടുത്തിട്ടുള്ളത്, ഈ ഗളിവറെ തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് എന്താ വെച്ചാൽ അതൊരു കാരണം ഒരുപാട് സാറ്റയറുകൾ, ഒരുപാട് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട് കൊടുത്തിട്ടുള്ള പുസ്തകമാണത്. സോ ആ ഒരു ഇതാരും അറിയരുത്. അദ്ദേഹത്തിന് പ്രത്യേകത അദ്ദേഹം കുറച്ചൊരു സീക്രസിയും അതുപോലെ തന്നെ ഒരു അനോണിമിറ്റി ഒരു അജ്ഞാതത എന്നൊക്കെ പറയും നമുക്ക്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അപ്പം എന്താണ്, ആളുകൾക്ക് ഇത് ആരെ എഴുതിയത് അറിയാതെ വായിക്കുമ്പോൾ ഒരു ത്രില്ല്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ വേറൊരു കാരണം, ഈ ഒരു അനോണിമിറ്റിക്ക് വേറൊരു കാരണം എന്താ വെച്ചാൽ ഈ ഒരു 17th 18th സെഞ്ചുറിക്ക് ആകുമ്പോൾ ഈ ഒരു സാറ്റിറിസ്റ്റിനെ ഭയങ്കരമായിട്ട് അവരുടെ ഒരു പീഡന സമയമായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. അവരെ അത്രയും വിമർശിച്ചിരുന്ന ഒരു സമയമാണ്. സോ ആ സമയത്ത് തന്റെ പേര് വെളിപ്പെടുത്താതെ ഈ ഒരു ഗളിവേഴ്സ് ട്രാവൽ അദ്ദേഹത്തിന്റെ യാത്ര പോയ രീതിയിലാണ്, ഗളിവറിന്റെ യാത്ര പോയ രീതിയിലാണ് അദ്ദേഹം തന്നെ ഒരു നറേറ്റർ ആയിട്ടാണ് ഇതിൽ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു റൈറ്റർ എയർ ഗളിവർ ആയിട്ട് തന്നെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുള്ളൂ. പിന്നീട് പറയുന്നത് സ്വിഫ്റ്റ് ആസ് എ റിസ്ക് ടേക്കിംഗ് സാറ്റിറിസ്റ്റ്. ഈ ഒരു സാറ്റിറിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു തൊഴിലാണല്ലേ. കാരണം ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് വരും. കാരണം ചിലപ്പോൾ നല്ല വർക്കിനായിരിക്കും ചിലപ്പം വിമർശിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള വർക്കിനായിരിക്കും ചിലപ്പോൾ വിമർശിക്കുന്നുണ്ടാവാം. അങ്ങനെ പല പ്രശ്നങ്ങൾ വരണം, അതിന് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു വിഗ് കറപ്ഷനെ അതുപോലെ തന്നെ ഓപ്രസ് ആയിട്ടുള്ള മാർജിനലൈസ് ആയിട്ടുള്ള പീപ്പിൾസിനെ ഒക്കെ അതിനെതിരെയൊക്കെ വോയിസ് ഉയർത്തിയ ആളാണ് നമ്മുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ലിബർട്ടിക്ക് വേണ്ടിയിട്ട് ഒറ്റക്ക് നിന്നിട്ട് പോരാടിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് കേട്ടോ. പിന്നെ സ്വിഫ്റ്റിന്റെ കോൺട്രാഡിക്ഷൻസ് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു സമയത്ത് പറയുന്നുണ്ട് ഐറിഷ് ലാംഗ്വേജ് അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരു മാതൃക ലാംഗ്വേജ് ആക്കണമെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. പക്ഷേ മറ്റു ഭാഷ നമുക്ക് ഇംഗ്ലീഷിന്റെ ഒരു കൊളോണിയൽ മിസ്റൂളിനെ ഭയങ്കര ശക്തിയായിട്ട് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷയെ പറ്റിയല്ലെങ്കിലും അവരുടെ ആ ഒരു പ്രവൃത്തിയെ ശക്തമായിട്ട് വിമർശിക്കുന്ന ആളാണ്. ഈ ഒരു കാര്യമാണ് അതിൽ പറയുന്നത്. പിന്നെ സ്വിഫ്റ്റ് സറ്ററിസ്റ്റ് നോട്ട് എ മിസാന്ത്രോപ്പ്. ഈ ഒരു മിസാന്ത്രോപ്പ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മനുഷ്യനെ വെറുക്കുന്ന ആള്, മനുഷ്യവിരോധി എന്നൊക്കെ മിസാന്ത്രോപ്പ് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ ഒരു ഹ്യൂമാനിറ്റിയുടെ കറപ്റ്റിനെ ഒക്കെ തുറന്നു കാട്ടുമ്പം അത് മനുഷ്യന്മാരോടുള്ള വെറുപ്പാണെന്ന് പലരും വാദിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഇതൊരു മനുഷ്യന്മാരോടുള്ള വെറുപ്പിനെ അല്ല പറയുന്നത്, നേരെ മറിച്ച് അത് ചെയ്യുന്ന അവരുടെ മനസ്സിനെയാണ് പറയുന്നത്.
ഇത് മനുഷ്യന്മാരോട് മാത്രമല്ല, അത് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ എന്താ പറയുക, കറപ്ഷൻ ചെയ്യുന്ന ഹ്യൂമാനിറ്റിയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. പലരും അദ്ദേഹത്തെ ഒരു മനുഷ്യവിരോധി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഇതിൽ പറയുന്ന ചോദ്യം എന്താ വെച്ചാൽ, അദ്ദേഹത്തെ ഒരു മിസാന്ത്രോപിസ്റ്റ് ആയിട്ടാണോ അതുപോലെ തന്നെ ഫിലാന്ത്രോപിസ്റ്റ് ആയിട്ടാണോ ആളുകൾ കണക്കാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പറയുന്നത്. മിസാന്ത്രോപിസ്റ്റ് എന്ന് പറഞ്ഞാലോ മനുഷ്യനെ വെറുക്കുന്ന ആള്, മനുഷ്യവിരോധിയാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യ സ്നേഹിയാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ചിലർ മനുഷ്യ സ്നേഹിയാണ്, ചിലർ മനുഷ്യ സ്നേഹിയല്ല എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, മനുഷ്യ സ്നേഹിയാണെന്ന് പറയാൻ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വത്തിൽ നിന്ന് അദ്ദേഹം കുറച്ച് പണം എടുത്തിട്ട് പാവപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ മാനസിക രോഗം ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ആളുകൾക്കൊക്കെ വീടെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നുണ്ട്. അതിനുള്ള സഹായം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ദെൻ നമുക്ക് യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യാം. ഗളിവേഴ്സ് ട്രാവൽസ്, ഫിലോസഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ വളരെ കുറഞ്ഞ കാര്യം മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. നമുക്കറിയാം, ഗളിവേഴ്സ് ട്രാവൽ എന്ന് പറയുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കൃതിയാണ്. അന്നും ഇന്നും ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നിർവചിക്കാനാവാത്തതാണ്. ഇതൊരു സാറ്റയർ ആയിട്ടും ചിൽഡ്രൻസ് ടെയിലായിട്ടും അതുപോലെ തന്നെ ട്രാവലോഗ് ആയിട്ടും പാരഡി ആയിട്ടും സയൻസ് ഫിക്ഷൻ സ്പൂഫായിട്ടും ഒക്കെ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു എൻലൈറ്റ്മെന്റ് അതിനെ കുറിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. 1718 ഒരു യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭൗതിക പ്രസ്ഥാനമാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഒരു റീസൺ, എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. ഈ റീസൺ എന്ന് പറയുന്നത് ഒരു കാരണമായിട്ടല്ല കേട്ടോ അവിടെ പറയുന്നത്. റീസൺ എന്ന് പറയുന്നത് ഒരു തരം നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി, ആ ഒരു വിവേകം, അല്ലെങ്കിൽ എന്താണ് ഒരു ജ്ഞാനം എന്നൊക്കെ പറയില്ല, അതിനെയാണ് റീസൺ എന്ന് പറയുന്നത്. ആ ഒരു നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ എന്താണ് മനുഷ്യന്മാർക്ക് എന്താണ് സ്വാതന്ത്ര്യം, സന്തോഷം ഒക്കെ എല്ലാം കിട്ടും എന്നുള്ളത് ആണതിൽ പറയുന്നത്. പിന്നീട് പറയുന്നത് വിഗ് ഭരണകൂടത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. അവരെന്താണ് സയൻസും അതുപോലെ തന്നെ ഈ റീസണും ഉപയോഗിച്ച് ആ ഒരു കോളനിയെ മുഴുവനും ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനീതി, അസമത്വം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഗളിവർ ട്രാവലും അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച റോബിൻസൺ ക്രൂസോ ആയിട്ടുള്ള ഒരു ചെറിയൊരു താരതമ്യം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ റോബിൻസൺ ക്രൂസോനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഭയങ്കര ഒരു ഒപ്റ്റിമിസം ആയിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു എന്റർപ്രൈസ് ആയിട്ടാണ് അദ്ദേഹത്തിന് കണക്കാക്കപ്പെടുന്നത്. ഒരു ക്യാപിറ്റലിസ്റ്റ് ഹീറോ ആയിട്ട് അദ്ദേഹത്തിന് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ട്രേഡൊക്കെ ചെയ്ത് അദ്ദേഹം സമ്പന്നനാകുന്നുണ്ട്. ഒരു അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. നമ്മുടെ ഗളിവറിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ആന്റി പ്രോഗ്രസീവ് ആണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു പുരോഗമന വിരുദ്ധ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളായിട്ടാണ് പറയുന്നത്. അങ്ങനെ പുരോഗതിയൊന്നും ആണെന്നല്ലാത്ത ഒരാൾ എന്നാണ് ആന്റി പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നും പഠിക്കാത്തൊരു ഹീറോ ആയിട്ടാണ് നമ്മുടെ ഒരു മറ്റിലുള്ള ഒരു ഹീറോ ആയിട്ടല്ല, ഇതിൽ ഒന്നിനും പറ്റാത്തൊരു ഹീറോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ പറയുന്നത്. അതുപോലെ തന്നെ എവിടെ ചെന്നാലും അവിടെ എന്തായിരിക്കും, അപമാനമായിരിക്കും അദ്ദേഹത്തിന് കിട്ടുക. അവസാനം ഈ ഒരു അദ്ദേഹത്തിന്റെ എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. നമ്മുടെ റോബിൻസൺ ആണെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു വന്നിട്ടും അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തുകളും സമ്പാദ്യങ്ങളൊക്കെ എന്താണ് ഇരട്ടിച്ചല്ലാതെ അദ്ദേഹത്തിന് അതിനൊരു കുറവ് വന്നിട്ടില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ഈ ഒരു ഗളിവേഴ്സ് ട്രാവൽസിന് അദ്ദേഹത്തിന്റെ ട്രാവലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും അവസാനം മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ ഒരു തളർന്ന അവസ്ഥയിലാണ് പിന്നീട് നമുക്ക് ഗളിവറിനെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വിഫ്റ്റ് കുറച്ച് കാര്യങ്ങൾ സാറ്റയറോട് വിമർശിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ, കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് എഴുതുമ്പോൾ സ്വിഫ്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ എന്ത് ചോദിച്ചാലും നമുക്ക് സ്വിഫ്റ്റിനെ കുറിച്ചിട്ട് എഴുതേണ്ടി വരും. സോ നമുക്ക് ഇതിലൊക്കെ ഇൻക്ലൂഡ് ആക്കിയാൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. സയൻസ് വിത്തൗട്ട് മൊറാലിറ്റി, ഇതിനെയാണ് അദ്ദേഹം വളരെ കൂടുതലായിട്ട് എതിർത്തത്. ഈ ഒരു ധാർമ്മികത ഇല്ലാത്ത ഒരു സയൻസ്, ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, ഒന്നുമില്ലാത്തതിനെ പോലെയാണ്. ആ ഒരു ശാസ്ത്രജ്ഞന്മാർ ചെയ്തിട്ടാണ് 3ാമത്തെ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കൊളോണിയലിസം, പൊളിറ്റിക്കൽ അബ്സൊല്യൂഷൻ, ദെൻ അതോറിറ്റേറിയനിസം, മോഡേൺ സിവിലൈസേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗാന്ധിജിനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഈ ഒരു ഗാന്ധിജി എന്ന് പറയുന്നത് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ പല വാദങ്ങളും അദ്ദേഹം ശരിവെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കോളനിസ്റ്റ് വിമർശനങ്ങളും അതുപോലെ തന്നെ ഒരു മോഡേൺ സിവിലൈസേഷൻ്റെ ഈ ഒരു 2 സംഭവങ്ങളാണ് അദ്ദേഹം കൂടുതലായിട്ട് വിമർശിച്ചിട്ടുണ്ടെന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് എന്നും ടൈംലെസ് ആയിട്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്, നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റാണെന്നുള്ളതാണ് അവസാനം പറയുന്നത്. സോ അത്രയേ ഉള്ളൂ ആ 2ാമത്തെ യൂണിറ്റിൽ. നമുക്ക് 3ാമത്തെ യൂണിറ്റ്, ഇതിലാണ് ഇതിൻ്റെ സമ്മറിയും ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ തീംസും അനാലിസും ഒക്കെ വരുന്നത് 3 and 4 യൂണിറ്റുകളിലാണ്. സോ 3ാമത്തെ യൂണിറ്റിൽ പറയുന്നത് ഈ ഗളിവർ ട്രാവൽ എന്നുള്ള ഈ ഒരു കൃതി എന്ന് പറയുന്നത് ലാമുവൽ ഗളിവർ എന്ന കഥാപാത്രം അദ്ദേഹം ഒരു അഹങ്കാരമുള്ള ഒരു ഇംഗ്ലീഷ്കാരനിൽ നിന്ന് ഒരു മനുഷ്യവിരോധിയായിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. ഒരു മിസാന്ത്രാപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു കഥയാണ് ഇതിലൂടെ പറയുന്നത്. ഇത് 4 ഭാഗമായിട്ടാണുള്ളത്. ലില്ലിപുട്ട്, ദെൻ ബ്രോബെലിംഗ്നാഗ്, ദെൻ ലപ്യൂട്ട, ദെൻ ഹൗണിംസ് എന്നീ പറയുന്ന 4 സ്ഥലങ്ങളിൽ 4 പ്രദേശത്ത് അദ്ദേഹം എത്തുകയും അവിടെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. 1, 2 ഈ 2 ഭാഗങ്ങളൊക്കെ ഒരു ടോപ്പിക്കൽ സാറ്റയർ ആയിട്ട് കണക്കാക്കാം. ഒരു ബിഗ് ഭരണകൂടത്തിലുള്ള അഴിമതി അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സാറ്റയർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ 3, 4 ഈ 2 പുസ്തകങ്ങളും
ഒരു സ്വിഫ്റ്റിന്റെ ഇംഗ്ലീഷ് കൊളോണിയലിസത്തെയും അതിനെതിരായിട്ടുള്ള ഒരു വിമർശനമായിട്ടാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ സയൻസിന്റെയും റീസന്റെയും ഒരു ദുരുപയോഗം പറയുന്നുണ്ട്. അയർലാൻഡിനോടുള്ള ഇംഗ്ലീഷിന്റെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം, ഒരു ഇമ്പീരിയലിസ്റ്റ് ചിന്ത, അതിനൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നീട് നമ്മളിതിൽ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, പക്ഷെ നമ്മളവിടെ പേരുകളൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. എനിക്ക് ഈ സ്റ്റോറി കറക്റ്റായിട്ട് സ്റ്റോറി കേൾക്കാതെ ഞാൻ ഇവരുടെ പേരുകളൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ നമുക്ക് അതിൻ്റെ പ്ലോട്ട് സമ്മറി പറയുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് അത് തന്നെ അതൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ബുക്കിൽ ലില്ലിപുട്ടിലേക്കുള്ള യാത്രയാണ് പറയുന്നത്. ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇതിൽ അദ്ദേഹം ഒരു കപ്പൽ യാത്രക്കിടെ ഒരു കപ്പൽ മറിഞ്ഞ് അദ്ദേഹം ആ ഒരു ലില്ലിപുട്ടിലേക്ക് എത്തിച്ചേരാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ആ ഒരു തീരത്ത് വന്ന് അടഞ്ഞപ്പോൾ അവിടെ ആ ഒരു മയക്കത്തിലായിരുന്ന സമയത്താണ് അദ്ദേഹം എഴുന്നേൽക്കുമ്പം ഒരുപാട് നീളം കുറഞ്ഞ ആളുകളും 6 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ആളുകൾ എന്നാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആകെ കിടന്ന് മറിയുന്നത് കാണാണ് അദ്ദേഹം. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബാണങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിനെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം ആ ഒരു നാട്ടിലുള്ള ആളുകളും ഇദ്ദേഹത്തെ കണ്ട് പേടിച്ചു. ഇദ്ദേഹം അവരെ കണ്ടാകെ അന്തം വിട്ടുപോയി. ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് ആദ്യം അവരെ തകർക്കാൻ വന്ന ആളാണ് എന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നീട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ ആയി വന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ആ ഒരു വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ അത് അങ്ങനെ അവസാനിച്ചു. പിന്നീട് എന്താണ് അദ്ദേഹത്തിന് ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ ക്ഷേത്രത്തിലൊക്കെ സ്വീകരണം ഒക്കെ നൽകി ആളുകൾ അവനെ ഒരു ഗ്രേറ്റ് മൗണ്ടെയിൻ മാൻ ആയിട്ടാണ് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഗളിവറും ആ ഒരു നാട്ടിലുള്ള ഭാഷയും നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ പഠിക്കാണ്. ഒരു ഹൈ ഹീൽസ്, ഒരു ലോ ഹീൽസ് എന്നുള്ള ഒരു ഇതിവിടെ പറയുന്നുണ്ട്. അത് ഒരു വിക്സ് അതുപോലെ തന്നെ ടോറീസ്, ഈ 2 പാർട്ടികൾ തമ്മിലുള്ളൊരു വ്യത്യാസമാണ് അതിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബ്ലഫസ്കി ആയിട്ടുള്ള ഒരു യുദ്ധത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ആ ഒരു ലില്ലിപുട്ടിലുള്ള ശത്രു രാജ്യമായിരുന്നു ബ്ലഫസ്കി എന്ന് പറയുന്ന രാജ്യം. സോ അവരുടെ കപ്പലുകൾ ആക്രമിക്കാൻ വന്നപ്പം നമ്മുടെ ഗളിവർ അതിനെ പിടിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ അവനെ പിടിച്ചു വെക്കുമ്പം ആ ഒരു ലില്ലിപുട്ടിലുള്ള രാജാവ് അവരെ തകർക്കാൻ വേണ്ടി പറയുമ്പം നമ്മുടെ ഗളിവർ അത് ചെയ്യുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്വീന്റെ കൊട്ടാരത്തിൽ തീ പിടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹം മൂത്രം ഒഴിച്ചിട്ടാണ് ആ ഒരു തീ അണക്കുന്നത്. ഇതൊക്കെ പല വിമർശനങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ആള് തന്നെയാണ് പിന്നീട് ഗളിവറിനെ സഹായിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കാനൊക്കെ അവർ പ്ലാൻ ചെയ്തിരുന്നു. ഈ ഒരു അതുപോലെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ബ്ലഫസ്കി ആയിട്ടുള്ള ഒരു യുദ്ധത്തിന് അവർ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം എന്താണെന്നുള്ളത് ചോദിച്ചാൽ, ഒരു മുട്ട പൊട്ടിക്കുന്ന രീതിയിലായിരുന്നു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായിരുന്നത്. 2 രാജ്യങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നത് ഒരു മുട്ട പൊട്ടിക്കുന്നത്. ഇതൊക്കെ എന്താണ്, ഒരു നിസാര കാര്യത്തിന്റെ പേരിൽ യുദ്ധം ഉണ്ടാകുന്നതിനെയാണ് ഇവിടെ വിമർശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കാം. പിന്നീട് ഇവിടുത്തെ ഒരു നല്ലവനായിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ഗളിവറിനെ സഹായിക്കുന്നത്. അങ്ങനെ നീ തിരിച്ചു പോയിക്കോ, നിനക്ക് അതാവും നല്ലത്, ഇവിടെ എന്താണ് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടും കണ്ണുകൾ കുത്തി പൊട്ടിക്കാനൊക്കെ നിന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയുന്നതോടുകൂടെ തന്നെ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് കപ്പലിൽ അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം അവിടെയുള്ള ചെറിയ ആടുകളെയും അതുപോലെ തന്നെ പശുക്കളെയൊക്കെ പോക്കറ്റിലൊക്കെ ആക്കിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ രാജ്യത്തിലെത്തിയിട്ട് അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ ചെറിയ ഒരു പ്രദർശന വസ്തുവായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ബുക്കായിട്ടുള്ള അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ യാത്രയിൽ അദ്ദേഹം എത്തിപ്പെടുന്നത് ബ്രോബ് ഡിഗ്നാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെയുള്ള ആളുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ 60 അടി ഉയരമുള്ള ആളുകളായിരുന്നു അവിടെ ഇരുന്നത്. അപ്പൊ നമ്മള് ഗളിവർ എന്തായി, ഭയങ്കര ഒരു കുള്ളനായിട്ട് മാറി. കുള്ളനായാലും പുറത്ത് ആളുകളുടെ ശ്രദ്ധയൊന്നും കിട്ടാത്ത ഒരു രീതിയിൽ അത്രയും വലുപ്പം മാത്രമുള്ള ഒരാളായിട്ട് അദ്ദേഹം മാറി. അങ്ങനെ ഒരു കർഷകനാണ്, ഒരു ഫാർമർക്കാണ് നമ്മുടെ ഗളിവറിനെ കിട്ടുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അത് കൊണ്ടുപോവുകയും 9 വയസ്സായിട്ടുള്ള അദ്ദേഹത്തിന്റെ മോളാണ് പിന്നീട് ഈ ഒരു ഗളിവറിനെ ശരിക്കും ശുശ്രൂഷിച്ചിരുന്നതെന്ന് നമുക്ക് പറയാം. അവന് വേണ്ടിയിട്ടുള്ള ചെറിയ ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കുകയും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിൽ ഗളിവറിനെ അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഈ ഒരു കാര്യം ഭയങ്കര അവന്റെ ബുദ്ധിയും ഒക്കെ കണ്ട് എല്ലാവർക്കും ഒരു അമ്പരപ്പ് തോന്നി. കാരണം സാധാരണ മനുഷ്യനായിട്ടാണല്ലോ ഉള്ളത്, പക്ഷെ അവർക്കതൊരു അത്ഭുതമായിട്ട് തോന്നുന്നു എന്ന് മാത്രം. അപ്പം ഇത് അറിഞ്ഞ ഉടനെ അദ്ദേഹം ഫാർമർ വിചാരിച്ചു ഇവനെ വിറ്റാൽ നമുക്ക് നല്ല പൈസ കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് രാജ്ഞിക്ക് അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്കും തന്നെ നമ്മുടെ ഗളിവറിനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവിടുത്തെ ഒരു കിങ്ങിനെ നല്ലൊരു കിങ് ആയിട്ടാണ് കേട്ടോ അദ്ദേഹത്തെ ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തമാശ സീൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ മങ്കിയൊക്കെ ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ച് നമ്മുടെ ഗളിവറിനൊക്കെ ചെറിയ കുഞ്ഞിന് ഭക്ഷണം കഴിക്കുന്നത് പോലെ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കൊട്ടാരത്തിലേക്ക് എത്തിയപ്പം അവൻ അനുഭവിച്ചൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈച്ച, എലി, തേനീച്ച ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഭയങ്കര അക്രമകാരികളായിട്ടാണ് അദ്ദേഹം. കാരണം അദ്ദേഹം ഓൾറെഡി ചെറിയ ആളാണല്ലോ. അപ്പോൾ അവിടുത്തെ എലികൾക്കൊക്കെ അവനേക്കാളും വലിപ്പമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അവനെ സംബന്ധിച്ച്.
അതുപോലെ തന്നെ ഇവിടെ വേറെ കാര്യം പറയുന്നത് വെച്ചാൽ ലില്ലിപുട്ടിൽ അവന് ആ ഒരു പശുക്കളെയും ആടുകളൊക്കെ അവന്റെ ഒരു പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് അവരെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഫാർമറിന്റെ കാര്യം ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പ്രോഫിറ്റ് വേണ്ടിയിട്ട് നമ്മുടെ ഗളിവറിനെ വിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. ആ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ക്വീനും അദ്ദേഹത്തിന്റെ ബുദ്ധി കണ്ട് അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് കണ്ടൊക്കെ അത്ഭുതപ്പെടുന്നുണ്ട്. പിന്നീട് അവിടുത്തെ രാജാവിന് ഇംഗ്ലണ്ടിലുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു രീതിയിൽ സെറ്ററാണ്. കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ രാജാവിന് അതൊക്കെ ഒരു അത്ഭുതമായോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനത്തെ സമൂഹങ്ങളും ഇപ്പോൾ ഉണ്ടോ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഒരു 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 എത്തിക്കൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഉള്ള ആളായിട്ടാണ് ഈ ഒരു രാജാവിനെ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അവർ ഗൺ പൗഡർ ഒക്കെ ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ മോശമാണ്, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വിമർശനമൊക്കെയാണ് നമ്മുടെ കിങ് അവിടെ പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ യാത്രയിൽ ലക്യൂട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് ഒക്കെ വീശുകയും പിന്നീട് എന്താണ് അവനെ ആളുകൾ അങ്ങോട്ട് വരികയും അവനെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഭക്ഷണ സാധനങ്ങളോടെ ഒരു ചെറിയ വള്ളത്തിൽ അങ്ങനെ അവനെ ഉപേക്ഷിച്ച് പോവാണ്. അങ്ങനെ അവൻ എന്താണ് ആ ഒരു ലപ്യൂട്ടയിലേക്ക് എത്തുന്നത് ഒരു പറക്കുന്ന ഒരു ദ്വീപിന്റെ അധീനതയിലുള്ള ബൽനിബാബിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അവന് എത്തുന്നത്. ഇവിടെ ശാസ്ത്രജ്ഞന്മാര് തത്വചിന്തകന്മാര് അവരുടെ ഒരു ലോകമാണത്. അവർ ശരിക്കും മ്യൂസിക്കിലും അതുപോലെ തന്നെ മാത്സിലും ഒക്കെയാണ് അവർ മുഴുകിയിരിക്കുന്നത്. പക്ഷേ അവരത്രയും വാചാലന അത്രയും ചിന്തന ശേഷിയുള്ള ആളുകളായതിനാൽ അവർ ആരും വരുന്നതും അവരോടൊന്നും സംസാരിക്കുന്നതും അവർ അറിയേയില്ല. അവർക്കതിന് കഴിയൂല. കാരണം അവരെന്താണ് അത്രയും ചിന്തയിൽ ആണ്ടുപോയിരിക്കുന്ന ആളുകളാണ്. പിന്നീട് ലപ്യൂട്ടയിലുള്ള ക്രൂരമായിട്ടുള്ള ഭരണ രീതികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ലപ്യൂട്ട ദ്വീപ് എന്ന് പറയുന്നത് ലഗാഡോ എന്നാണ് അതിന്റെ തലസ്ഥാനത്തിന്റെ പേര്. ആ ഒരു തലസ്ഥാനത്തിന് മുകളിൽ എത്തിയാൽ മാത്രമേ ഈ ഒരു ലപ്യൂട്ട എന്ന് പറയുന്ന ദ്വീപ് അവിടെ സംസ്ഥാനത്തിന് മുകളിൽ എത്തിയാൽ മാത്രമേ രാജാവ് ജനങ്ങളുടെ പരാതികൾ കേൾക്കൂ എന്നൊരു നിർദ്ദേശമുണ്ട്. ഒരു പട്ടണം നികുതി നിഷേധിക്കുകയാണെങ്കിൽ ദ്വീപ് എന്താണ് ദീർഘകാലം മുഴുവൻ ആ ഒരു പട്ടണത്തിന് മുകളിൽ സുരക്ഷാ ആയിട്ടുള്ള പ്രകാശവും അതുപോലെ തന്നെ മഴയും ഒക്കെ തടഞ്ഞു നിർത്തും എന്നൊക്കെയുള്ള ഒരു എന്താണ് ഒരു വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു പട്ടണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രത്തിന് എതിരെയുള്ള ഒരു വിമർശനമായിട്ടാണ് നമ്മുടെ സ്വിഫ്റ്റ് ഇതിനൊക്കെ പറയുന്നത്. പിന്നീട് അദ്ദേഹം നോർത്ത് മുനാഡി ദെൻ ലഗോഡ എന്ന് പറയുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു മുനോദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാത്രമാണ് അതിൽ ശരിക്കുള്ളൊരു മനുഷ്യൻ എന്ന് പറയുന്നത്. അയാൾ ശരിക്കും ഒരു പ്രായോഗിക ശാസ്ത്രത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ അവനെ മണ്ടന് അതുപോലെ ഒന്നും അറിയാത്ത ആള് എന്നൊക്കെയാണ് വിളിച്ച് കളിയാക്കുന്നത്. പിന്നെ ആ ഒരു ലഗോഡ എന്ന് പറയുന്ന നഗരത്തിൽ ഒക്കെ വീടുകളൊക്കെ എന്താണ് തലകുത്തനെ ഒക്കെ നിൽക്കുന്ന രീതിയിൽ ഒരു എന്താ പറയാ ഒരു പ്രത്യേക രീതിയിലാണ് അവിടുത്തെ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആളുകൾ അർദ്ധ നേക്കഡായിട്ടുള്ള ആളുകളാണ്, അതുപോലെ ദരിദ്രരായിട്ടുള്ള ആളുകളാണ്. അവരുടെ കൃഷിയിടങ്ങളാണെങ്കിലും ഒക്കെ ഉണങ്ങി ഒന്നും വളരാത്തൊരവസ്ഥയാണ് അവരുടെ കൃഷിയിടങ്ങളിലൊക്കെ കാണുന്നത്. നമ്മുടെ ഈ ഒരു മുനോഡിയുടെ ഒരു ഭൂമിയിലാണെങ്കിൽ നല്ല വിളവെടുപ്പും അതുപോലെ തന്നെ നല്ല ഒരു ഇതാണ് നമുക്ക് അവരുടെ ഒരു ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ഐഡിയോളജി പ്രകാരമാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ളവരൊക്കെ എന്താണ് അവരുടെ ശാസ്ത്രത്തിലെ പുതിയ കണ്ടുപിടുത്തത്തിൽ എന്താണ് തലകുത്തനെ മറിയുന്നത്. പക്ഷെ ഒന്നും കാര്യക്ഷമമായിട്ടൊന്നും നടക്കുന്നില്ല. ആ സൊസൈറ്റി തന്നെ ഭയങ്കര ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യമൊക്കെയാണ് ഒരു ഹാസ്യാത്മകമായ രീതിയിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു തോട്ടത്തിൽ മാത്രമാണ് കൃഷി നടക്കുന്നത്, വിളവ് കിട്ടുന്നത് എങ്കിൽ പോലും എന്നിട്ടും സമൂഹം അവനെ കളിയാക്കുന്നു എന്ന് പറയുന്നത്. അപ്പം എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് അറിഞ്ഞിട്ടും സമൂഹത്തിന്റെ കളിയാക്കലുകളെയാണ് ഇവിടെ സെറ്ററായിട്ട് പറയുന്നത്. പിന്നീട് തീംസ് ആൻഡ് അനാലിസിസ് പറയുന്നത് ഈ ഒരു മൂന്നാമത്തെ ഗളിവേഴ്സ് ട്രാവലിന്റെ മൂന്നാമത്തെ ബുക്കിൽ കൂടുതലായിട്ടും പ്രധാനമായിട്ടും ചർച്ചാ വിഷയമാവുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന് അബ്യൂസ് ഓഫ് റീസൺ, നമ്മുടെ ഈ ഒരു യുക്തിയുടെ ഒരു ദുരുപയോഗം ചെയ്യൽ, അതുപോലെ തന്നെ പൊളിറ്റിക്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് അതിലൂടെ എന്താണ് ഒരു സെറ്ററായിട്ട് അതിനെ തീർത്തും അധിക്ഷേപിച്ചിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇതിന് രണ്ടിനെയും പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ആശയങ്ങളെയും അബ്യൂസ് ഓഫ് റീസൺ അതുപോലെ തന്നെ പൊളിറ്റിക്സ് ഈ രണ്ട് ആശയങ്ങളെയും എന്താണ് പ്രതിനിധീകരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പം പിന്നീട് ഇതിന്റെ തീംസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ സയൻസ് ഫോർ സയൻസ് ഈസ് ഫേക്ക് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് നമ്മുടെ ഈ ലപ്യൂട്ടോയിൽ ലഗോഡോ എന്ന് പറയുന്ന അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ കുക്കുംബറിൽ നിന്നാണ് സൂര്യപ്രകാശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിനുള്ള പരീക്ഷണം അവർ നടത്തുന്നത്. ഇതൊക്കെ എന്താണ് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അതിനെ ആ ഒരു ശാസ്ത്ര ലോകത്തെ തന്നെ അപ്പാടെ എതിർക്കുകയാണ്, പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എന്താണ് ഒരു ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ അറിയാത്ത ഗവേഷകരുള്ള അവരെ എന്താണ് ഒന്നിനും കഴിയാത്ത ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് ഇവിടെ നമ്മുടെ കവി ഇതിനെ വിമർശിക്കുന്നത്. പിന്നീട് പറയുന്നത് ലപ്യൂട്ട ആൻഡ് അബ്സൊല്യൂട്ടിസ്റ്റ് സ്റ്റേറ്റ്.
ഒരു പറക്കുന്ന ദ്വീപായിട്ടാണല്ലോ ലപ്യൂട്ടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അതൊരു ഏകാധിപത്യ ഭരണ രാഷ്ട്ര ഒരു പ്രദേശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. രാജാവ് എന്താണ് ആ ഒരു രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം തീർക്കാനാണ് ശ്രമിക്കുന്നത്, ഒരിക്കലല്ല. പല കാരണങ്ങൾ പറഞ്ഞ ആ ഒരു പ്രശ്നപരിഹാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദെൻ പ്രോസ്റ്റിറ്റ്യൂട്ട് റൈറ്റേഴ്സ് സ്വിഫ്റ്റ് ഓൺ ഹിസ്റ്ററി. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിന്റെ ഒക്കെ കാഴ്ചപ്പാട്ടിൽ പഴയ കാലത്തെ ഗ്രീക്ക് റോമൻ റൈറ്റേഴ്സിന്റെ അവരുടെ ആൻഷ്യന്റ് ആയിട്ടുള്ള ആ റൈറ്റേഴ്സിനെ വെല്ലാൻ ഇന്ന് വരെ ഒരാളും ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ്. അപ്പം എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതിനെ ഒന്നും അറിയാത്ത, ഒന്നും ഒരു ലോജിക്കും ഇല്ലാത്ത കവികളെയും അവരെയൊക്കെയാണ് അതിലൂടെ വിമർശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അവർക്ക് ഒരു എന്താണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് റൈറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അവരെയാണെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഗളിവേഴ്സ് ഡിസില്യൂഷൻമെന്റ് വിത്ത് ഇമ്മോർട്ടാലിറ്റി. ഇപ്പോൾ ഷിഫ്റ്റിന് ഇമ്മോർട്ടാലിറ്റി എന്നൊരു ആശയത്തെ ഷിഫ്റ്റ് ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ യൗവനവും അതുപോലെ തന്നെ ആരോഗ്യം ഒന്നും ഇല്ലാത്തൊരു ഇമ്മോർട്ടാലിറ്റി ഒരു ശാപമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ ഷിഫ്റ്റിന്റെ അഭിപ്രായം അതിൽ പറയുന്നത്. സോ ജസ്റ്റ് ആ പോയിന്റുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യാം. ദെൻ 4ാമത്തെ യൂണിറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ബുക്ക് 4 ആണ് അതിൽ പറയുന്നത് സമ്മറി തീംസ് ഓഫ് ആൻഡ് അനാലിസിസ്. ഈ ഒരു ലോകത്തിൽ നമുക്കറിയാം ഹൈനംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരുടെ യുക്തിയെയും അതുപോലെ തന്നെ അവരുടെ ധാർമ്മികമായിട്ടുള്ള അവരുടെ സ്വഭാവത്തെയും അതൊക്കെയാണ് അതിൽ പറയുന്നത്. അവരെന്താണ് ഒരു പരിപൂർണമായിട്ടുള്ള ആളുകളായിട്ടാണ് നമ്മുടെ ഗളിവറിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അനുകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ 3ാമത്തെ യാത്ര കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ അവസാന യാത്രയായിട്ടുള്ള ഈ യാത്രക്ക് തയ്യാറെടുക്കുന്നത്. അങ്ങനെ ആ ഒരു യാത്രക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ഈ ഒരു വ്യാപാര കപ്പലിൽ കയറുകയും പിന്നീടാണ് അറിയുന്നത് എന്താണ് ഇത് ആ ഒരു കപ്പൽ കൊള്ളക്കാരുടെ ഇതാണെന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ എന്താണ് ഒരു അജ്ഞാത ദ്വീപിൽ ഈ ഒരു കടൽ കൊള്ളക്കാരെ അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഗളിവർ യാഹൂസിനെ അവിടെ നിന്ന് കാണുന്നത്. യാഹൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്മാരുടെ തന്നെ നീണ്ട നഖങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യന്റെ ഒരു വൃത്തികെട്ട രൂപം, അതാണ് മനുഷ്യന്റെ ഒരു അധപതിച്ച രൂപമായിട്ടാണ് യാഹൂസിനെ പറയുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ഗളിവറിന് എന്ത് തോന്നി, ഭയങ്കര വെറുപ്പ് തോന്നി അവരുടെ രൂപമൊക്കെ കണ്ടപ്പോൾ. ആ യാഹൂസിനാണെങ്കിലോ അവർ വെറുതെ അവരുടെ എന്താ പറയുക വിസർജ്യ വസ്തുക്കൾ കൊണ്ടൊക്കെ ഈ ഗളിവറെ എറിയുന്നുണ്ട്. അങ്ങനെ ആ രീതിയിലൊക്കെ അദ്ദേഹത്തെ ആക്രമിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഒരു കുതിര പെട്ടെന്ന് അങ്ങോട്ട് വന്നപ്പോൾ യാഹൂസൊക്കെ എന്താണ് ഒഴിഞ്ഞു മാറി പോവാണ്. അപ്പം അവർക്ക് ശരിക്കും ആ കുതിരകൾക്കും എന്താണ് ഈ ഒരു ഗളിവറിനെ ഒരു യാഹൂസിനെ പോലെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് കാര്യങ്ങളൊക്കെ പറയുകയും പിന്നീട് തൻ്റെ യൂറോപ്പിലുള്ള വിശേഷങ്ങളൊക്കെ ആ ഹൈനിംസിന്റെ അടുത്ത് ആ കുതിരകളുടെ രൂപത്തിലുള്ളതെന്ന് പറയുന്നത് ഹൈനിംസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അവരുടെ അടുത്ത് തൻ്റെ നാട്ടിലെ കാര്യങ്ങളും ആ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. കാരണം ആ ഒരു ഹൈനിംസിന്റെ ആ ഒരു ദേശത്ത് കുറ്റങ്ങളില്ല, ഒന്നുമില്ല, ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്തകളോ ദുഷ്പ്രവർത്തികളോ ഒന്നും ഇല്ലാത്ത ഒരു ലോകമാണ് അവരുടേത്. അവരുടെ അടിമകളെ ഈ ഹൈനിംസിന്റെ അടിമകളായിട്ടാണ് യാഹൂസ് അവിടെ ജോലി എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചപ്പം എന്താണ് ഈ ഒരു ഗളിവർ കള്ളം പറയാ എന്ന് പോലും അവർക്ക് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ 3 വർഷം നിന്ന ശേഷം എന്താണ് അദ്ദേഹം അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ തോന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് ഇനിയും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹൈനിംസ് അവരെ പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കണം. അങ്ങനെ അവസാനം അവൻ മനസ്സോടെയാണെങ്കിലും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പോകുന്ന അദ്ദേഹത്തിന്റെ നാട്ടിലെത്തിയപ്പോൾ എന്താണ് സാധാരണ മനുഷ്യനായിട്ടുള്ള ആളുകളെ പോലും ഒരു യാഹൂസിനെ പോലെ ആയിട്ടാണ് അവന് തോന്നുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഗളിവർ എന്താണ് ഹൈനിംസിനെ പോലെ ആവാനാണ് പിന്നീട് ശ്രമിച്ചത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് സ്വയം ഹൈനിംസ് ആയിട്ടൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. പിന്നീട് എന്താണ് അതിനിടയിൽ പറയുന്ന വേറൊരു കാര്യമാണ് ഈ ഒരു ഏതൊരു ഒരു സാറ്ററിസ്റ്റ് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ലോകത്തിന്റെ ഏതൊരു 2 വശത്തിലും ഒരു വെളിച്ചം ഉണ്ടാവും എന്ന് പറയുന്നത്. അഥവാ ഈ ഹൈനിംസ് നേടിയിട്ടുള്ള ഈ ഒരു സമാധാനത്തിന്റെ പിന്നിൽ യാഹൂസ് എന്ന മനുഷ്യന്മാരുടെ ഒരു ക്രൂരമായിട്ടുള്ള കീഴടക്കലിന്റെ ഒരു കഥ പറയുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അവരെ കീഴടക്കിയതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇന്ന് കിട്ടുന്ന സന്തോഷം, സമാധാനം. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഈ റീസൺ അതുപോലെ യുക്തി എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമുള്ള സ്വത്തല്ല. അപ്പം അദ്ദേഹം ഏറ്റവും കൂടുതൽ മനുഷ്യനെക്കാട്ടി കൂടുതൽ ഏറ്റവും നന്മ കണ്ടത് ഈ ഹൈനിംസിൽ നിന്നാണ്. സോ അദ്ദേഹം പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമല്ല ഈ യുക്തി എന്ന് പറയുന്ന സാധനം ഉള്ളത്, അത് എല്ലാവരിലും ഉണ്ട് എന്നും അതുപോലെ തന്നെ ഈ ഒരു ബുക്ക് 4ന്റെ അവസാനം ഗളിവറിന്റെ ഒരു സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അവന് മനുഷ്യന്മാരെ വെറുക്കുന്നുണ്ടെങ്കിലും ഒരു എത്തിക്കൽ വാല്യൂ ഉയർന്ന ആളായിട്ടാണ് അദ്ദേഹം മാറുന്നത്. അഥവാ അവന് പുതിയ നാട് തേടി കണ്ടുപിടിച്ച് വരുമ്പം ഒരു കൊളോണിയൽ സ്ഥിതിയാണല്ലോ. അപ്പം അവിടെയും നീ പോയ സ്ഥലത്തും കോളനി ആക്കണം എന്ന് പറയുമ്പം അവന് അതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോളനീകരണത്തെ എത്രത്തോളം അവന് മനസ്സിലായിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായിട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അവന് വന്നിട്ടുള്ള ഒരു ചേഞ്ചാണത് അതിലൂടെ പറയുന്നത്. ദെൻ പിന്നീട് തീംസ് ആൻഡ് അനാലിസിസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് പറയുന്നത് ക്രിട്ടിക് ഓഫ് റീസൺ. മനുഷ്യന്മാർക്ക് മാത്രമാണ് ഒരു റീസൺ ഉള്ളത് എന്ന് വാദിച്ചിരുന്നതിൽ വ്യത്യസ്തമായിട്ട് എന്താണ് എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായിട്ടുള്ള യുക്തിയുണ്ട്. എല്ലാവരും എന്താണ് അതിന് യുക്തിയുള്ളവരാണ് എന്ന് ഉള്ള വാദമാണ് നമ്മുടെ സ്വിഫ്റ്റ് ഇവിടെ ഉയർത്തുന്നത്. പിന്നീട് പറയുന്ന പോയിന്റ് എക്സ്റ്റർമിനേഷൻ ഓഫ് ദ യാഹൂസ് ആൻഡ് ദ ജ്യൂസ്.
നമ്മൾ ജോർജ് ഓർവെൽ പറയുന്നുണ്ട് ഈ ഹാനിംസ് എന്ന് പറയുന്നത് ലോകത്തിലെ റേസിസം അതുപോലെ തന്നെ ഇമ്പീരിയലിസം ഒക്കെ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഹൗസിൽ വരുമ്പം ഒരു കാസ്റ്റ് ഘടന അവിടെ ഉണ്ട്. കാരണം എന്താണ്, ജോലി ചെയ്യുന്ന ആളുകൾ യാഹൂസ് ആണ്, ഇവരെന്താണ് ഒരു മേൽഭരണാധികാരി എന്നുള്ള രീതിയിലാണ് ഹാനിംസ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു കാസ്റ്റ് ഡിഫറൻസ് അവരിൽ കാണുന്നുണ്ട് എന്നുള്ളൊരു ഏഹ്, ഇത് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഗളിവ് യാഹു ഒഴെ ഹാനിം എന്ന് പറയുന്നത്. അപ്പോൾ വായനക്കാർക്ക് ഒരു ഹാനിമിനെ ഒരു മനുഷ്യന്മാരുടെ ഒരു ഐഡിയോളജി ആയിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നത്. അത് കുതിരകളാണെങ്കിൽ പോലും മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകതകളും അവർക്ക് വേണ്ട ഒരു ഐഡിയോളജീസും ആർക്കുണ്ട്, ഹാനിംസിനുണ്ട്. പക്ഷേ യാഹൂസിനാണെങ്കിലോ മനുഷ്യന്മാരുടെ തന്നെ ഒരു അധപ്പതിച്ച ഒരു രൂപമായിട്ടാണ് അവരെ കണക്കാക്കപ്പെടുന്നത്. ഇരുവരും ശരിക്കും ഒരു മനുഷ്യ ഇത് രണ്ടുപേരെ നമുക്ക് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇതിനിടയിൽ നിൽക്കുന്ന ഒരു വിഭാഗമായിട്ട് ആര് വരും, മനുഷ്യന്മാർ വരും. ദെൻ അടുത്ത പോയിന്റാണ് ദ ഹോം കമ്മിങ് ആൻഡ് ദ സ്വിഫ്റ്റ് ഓൺ കൊളോണിയലിസം. അവന്റെ ആദ്യ യാത്രയിൽ ഭയങ്കര അഹങ്കാരത്തോടെയാണ് അവൻ ഇംഗ്ലണ്ട് സമൂഹത്തെ കണ്ടിരുന്നത്. പിന്നീട് എന്താണ് നമ്മുടെ അവന്റെ ഇംഗ്ലണ്ട് ഭയങ്കര അധപതിച്ചു പോയത് എന്ന് പിന്നീട് പല യാത്രകളിലത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നത്. അതോടെ എന്താണ് അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള സ്വഭാവം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിസ് ആന്റി കൊളോണിയൽ സ്റ്റാൻഡ്. ഇപ്പം ആദ്യമൊക്കെ അദ്ദേഹം ഒരു കൊളോണിയൽ വാദിയായിരുന്നെങ്കിൽ പോലും പിന്നീട് എന്താണ് അവൻ ഒരുപാട് ദ്വീപുകൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ സർക്കാരിനെ ഒരിക്കലും ആ ഒരു രീതിയിൽ അവനെ സഹായിക്കുന്നില്ല. അങ്ങനെ പല ദ്വീപുകളും കീഴടക്കാൻ വേണ്ടിയിട്ട് അവനെ സഹായിക്കുന്നില്ല. ഒരു യുദ്ധത്തിനും അതുപോലെ തന്നെ കോളനി വാദത്തെയും ഒക്കെ അവന് എതിർക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അവൻ പോയ ഒരു സ്ഥലങ്ങളും അവനൊരു കോളനി ആക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ദെൻ കൊളോണിയലിസം ആൻഡ് ബോൺസ് ഓഫ് ഹോസ്പിറ്റാലിറ്റി. ഇവിടെ ടെക്സ്റ്റിൽ പറയുന്ന പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിൽ പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഗുണത്തെയാണ് പറയുന്നത്. കാരണം അദ്ദേഹം ദ്വീപിലുള്ള പല ആളുകളുമായിട്ടുള്ള ഒരു അവിടുത്തെ ഏത് സ്ഥലത്തെത്തിയാലും അവരുമായിട്ടുള്ള ഒരു സഹാനുഭൂതിയുള്ള ആളായിട്ടാണ് അദ്ദേഹത്തിന് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലില്ലിപുട്ടിലെത്തുമ്പോൾ അവരെ ശരിക്കും അദ്ദേഹത്തിന് നശിപ്പിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നുള്ള. അപ്പം അദ്ദേഹം ഒരു നല്ല അതിഥിയാണ്. അതുപോലെ അവിടുന്ന് പോയതിനു ശേഷം അവരൊരിക്കലും ചൂഷണം ചെയ്യാൻ അദ്ദേഹം റെഡി ആവുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അപ്പം അതോടുകൂടി ഈ ഒരു ബ്ലോഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതിൽ ഞാൻ പറയാൻ ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ ചെറിയൊരു സവിശേഷത എന്നുള്ള രീതിയിൽ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ വേണമെങ്കിൽ ഒന്ന് വിവരിച്ച് തരാം. ഡോൺ പെഡ്ഹോഡെ മെൻഡാസ്, ഇതൊക്കെ ഒരു ഭയങ്കര ടഫുള്ള നെയിംസാണ്. ഇയാൾ ആലോചിച്ചാൽ അദ്ദേഹം ഒരു പോർച്ചുഗീസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. നമ്മുടെ ഹാനിംസിന്റെ അടുത്ത് അവൻ ദേശം വിട്ട് പോകാൻ നിർബന്ധിതനായിട്ടുള്ള സമയത്ത് ഗളിവറിനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹം ശരിക്കും ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഗളിവറിന് വസ്ത്രം നൽകുന്നുണ്ട്. പക്ഷേ ഗളിവറിന്റെ മനോഭാവം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു യാഹു ആയിട്ടാണ് കണക്കാക്കി വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നല്ലൊരു മനുഷ്യനായിട്ടാണ് ഡോൺ പെഡ്ഹോ ഡെ മെൻഡാസിനെ ഇതിൽ കാണിക്കുന്നത്. ദെൻ എംബറർ ഓഫ് ലില്ലിപുട്ട്, ആ ലില്ലിപുട്ടിലെ രാജാവിനെ പറയുന്നുണ്ട്. അദ്ദേഹം 28 വയസ്സായിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ 6 ഇഞ്ച് വലിപ്പം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര എന്താണ് പറയുക, ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു അധികാര മോഹിയായിട്ടുള്ള ഒരു പ്രതികാര ബുദ്ധിയുള്ള ഒരു പ്രതികാര മത്സരമുള്ള മനോഭാവമുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് അദ്ദേഹത്തിന് കണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു ബ്ലഫസ്ക്യൂ എന്ന് പറഞ്ഞ ആ രാജ്യമായിട്ട് ആ രാജ്യം കീഴടക്കാൻ വേണ്ടിയിട്ട് ഗളിവറിന്റെ സഹായം തേടുന്നുണ്ട്. അതിന് അവരെ കീഴടക്കാൻ വേണ്ടിയിട്ട് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഗളിവർ എന്താണ് അതിനെ നിഷേധിച്ചു. അപ്പം ആ ഒരു ദേശദ്രോഹം എന്ന രീതിയിലാണ് അദ്ദേഹം ഗളിവറിനെതിരെ അത് ആരോപിക്കുന്നത്. അവന്റെ കണ്ണുകളൊക്കെ കുത്തിപ്പൊട്ടിച്ച് അന്ധനാക്കി പട്ടിണി കിടക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം അത്രയും ഒരു ഇതായിട്ടുള്ളൊരു ഭരണാധികാരി, ആ ഒരു ഭരണാധികാരിയെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ഭരണാധികാരികളുമായിട്ട് സാമ്യപ്പെടുത്തിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ദെൻ ഫ്ലിംനാത്ത് എന്ന് പറയുന്നത് ലില്ലിപുട്ടിലെ ട്രഷറർ ആയിട്ടാണ് പറയുന്നത്. അദ്ദേഹം ഒരുപാട് ഭക്ഷണമൊക്കെ അദ്ദേഹം കഴിക്കുന്ന ആളാണ്. ഇപ്പം നമുക്കറിയാം ഗളിവർ അത്രയും വലിയ ആളല്ലേ. അപ്പം അത്രയും ഭക്ഷണം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി വരും. അപ്പം അത് ഒരു കാരണം കൊണ്ട് ഗളിവറിനെ വെറുക്കുന്ന ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ഒരു വിഗ് PM ആയിട്ടുള്ള റോബർട്ട് വാൾപോളിന്റെ ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹത്തിന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന വേറെ കാര്യം തന്റെ ഭാര്യയുമായിട്ടുള്ള ഒരു രഹസ്യബന്ധം ഗളിവറിനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അവരുടെ വലുപ്പ വ്യത്യാസം പോലും മനസ്സിലാക്കാതെയാണ് ഇതുപോലത്തെ ഓരോ എന്താ പറയുക മന്ദബുദ്ധിയായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ്. അടുത്തൊരു ക്യാരക്ടറാണ് ഗ്ലംഡാൾ ക്ലിച്ച് എന്ന് പറയുന്നത്. ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സംസാരിക്കാനും. ഇതിൽ രണ്ടാമത്തെ ബുക്കിലാണ് ഈ ഒരു പറയുന്നത്. അഥവാ ഗ്രോബ് ഡിഗ്നാഗിലെ കർഷകന്റെ ഒരു 9 വയസ്സായ ഒരു മകളെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അവരുടെ പേരാണിത്. സ്നേഹത്തോടെ പരിചരിച്ചിരുന്നുണ്ട്. ചെറുവസ്ത്രങ്ങൾ ഒക്കെ തയ്ച്ചു കൊടുത്തിരുന്ന ആളായിരുന്നു. പിന്നെ പറയുന്നത് ലെമുവൽ നമ്മുടെ ഗളിവറിനെ തന്നെയാണ്. അദ്ദേഹം നറേറ്ററാണ്, പ്രൊട്ടഗോണിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു സർജനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ യാത്ര തുടങ്ങുമ്പോൾ അദ്ദേഹം ഒരു അഹങ്കാരമുള്ള ഒരു ഇംഗ്ലീഷുകാരനായിരുന്നെങ്കിൽ അവസാനത്തെ യാത്ര എന്താണ്, മനുഷ്യന്മാരോടുള്ള വെറുപ്പാണ് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ദെൻ ഹാനിംസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു കുതിര സാദൃശ്യമുള്ള ഒരു യുക്തി സമ്പന്നനായിട്ടാണ് അവരെ പറയുന്നത്. ആ ഒരു സമൂഹത്തിലെ കള്ളം, വഞ്ചന,
തർക്കം ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ ഹൈനൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് പറയുന്നത് പിന്നെ കിങ് ബ്രോഡിഗ്നാഗില് കിങ്ങിനെ കുറിച്ചിട്ട്, ദെൻ മുനോഡിനെ കുറിച്ചിട്ട്, യാഹോസിനെ കുറിച്ചിട്ട്, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയതിൽ സോറി പറയുന്നുണ്ട്. നമുക്കൊരു അരമണിക്കൂർ നമുക്കൊരു ക്ലാസ് എടുക്കണമെങ്കിൽ നമുക്കൊരു 3-4 മണിക്കൂർ ഇതിന് പിന്നിൽ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം നിങ്ങൾക്ക് പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്കുണ്ടാവും. സോ അത് അത്രയും അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തി പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞ് അത് അവതരിപ്പിച്ച് അത് അപ്ലോഡാക്കി ചെയ്ത് വരുമ്പോഴത്തിന് ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ തരുന്ന സപ്പോർട്ടും എല്ലാം ആണ് നമ്മളെ ഇനിയും ഇതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്.